കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് വിശ്വാസ വോട്ടെടുപ്പിലെ പരാജയത്തിന് നിൽക്കാതെ രാജിവെച്ചുപോയ മൊറാർജി ദേശായിയാണ്. അതിന്റെ തുടർച്ചയായി കോൺഗ്രസ് പിന്തുണയോടെ അധികാരത്തിൽ വരികയും എന്നാൽ സഭയിൽ വിശ്വാസ വോട്ട് നേരിടുന്നതിന് തൊട്ടുമുമ്പ് രാജിവെക്കുകയും ചെയ്ത പ്രധാനമന്ത്രി ചരൺ സിംഗിന്റെ ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും സർക്കാരുകളുടെ പതനത്തിനും അപ്പുറം ഈ രാജ്യത്തെ താങ്ങി നിർത്തുന്ന സ്ഥിരതയുള്ള നിയമഭരണ സംവിധാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ചൗധരി ചരൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രമുഖ വിഭാഗം ജനതാ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും മൊറാർജി ദേശായി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ചരൺ സിംഗ് ഇന്ദിരാ കോൺഗ്രസിന്റെ പുറത്തുനിന്നുള്ള പിന്തുണയോടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ ലക്ഷ്യം സ്ഥിരതയുള്ള ചരൺ സിംഗ് സർക്കാർ സൃഷ്ടിക്കുക ആയിരുന്നില്ല. രാജ്യത്തെ വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുകയായിരുന്നു രാഷ്ട്രീയ ലക്ഷ്യം. അടിയന്തരാവസ്ഥക്കാലത്തെ നടപടികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണ നടപടികൾ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തി. എന്നാൽ തന്റെ അഴിമതിരഹിത പ്രതിച്ഛായ നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവിൽ ചരൺ സിംഗ് അതിന് വഴങ്ങിയില്ല. ഇതോടെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരുന്ന 1979 ഓഗസ്റ്റ് 20 തന്നെ കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ചരൺ സിംഗ് ലോക്സഭയിൽ കോൺഫിഡൻസ് വോട്ട് നേരിടാതെ തന്നെ രാജിവെച്ചു. ഈ മുഴുവൻ സംഭവ വികാസങ്ങളും ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിലെ ഒരു നിർണായക സത്യം വ്യക്തമാക്കുന്നു. സർക്കാർ വീണാൽ സഭ അവസാനിക്കണമെന്നില്ല. ആദ്യം മറ്റൊരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. എല്ലാ സാധ്യതകളും പരാജയപ്പെട്ടാൽ മാത്രമാണ് സഭയുടെ ഡിസൊല്യൂഷൻ നടക്കുന്നത്. ഇതേ മാതൃക പിന്നീട് 1989 ശേഷമുള്ള കോയിലേഷൻ കാലഘട്ടത്തിലും ആവർത്തിക്കപ്പെട്ടു. 1989 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല. നാഷണൽ ഫ്രണ്ട് നേതാവായി VP സിംഗ് BJPയുടെയും ഇടതുപക്ഷത്തിന്റെയും പുറത്തുനിന്നുള്ള പിന്തുണയോടെ പ്രധാനമന്ത്രിയായി. എന്നാൽ BJP നേതാവ് LK അദ്വാനി നടത്തിയ രാമരഥയാത്ര ബീഹാറിൽ തടയുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് BJP പിന്തുണ പിൻവലിച്ചു. ഇതോടെ VP സിംഗ് സർക്കാർ വീണു. പിന്നീട് ചന്ദ്രശേഖർ കോൺഗ്രസിന്റെ പുറത്തുനിന്നുള്ള പിന്തുണയോടെ പ്രധാനമന്ത്രിയായി. എന്നാൽ കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതോടെ ആ സർക്കാരും അധികകാലം നീണ്ടില്ല. ഒടുവിൽ രാജ്യം വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് പോയി. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പുറത്തുനിന്നുള്ള പിന്തുണ സ്വീകരിക്കുന്ന സർക്കാരുകളും ഭരണഘടനാപരമായി സാധുവാണ് എന്നുള്ളതാണ്. ഒരു പാർട്ടിക്ക് മന്ത്രിസഭയിൽ ചേരാതെയും സർക്കാരിന് ഭൂരിപക്ഷം ഉറപ്പു നൽകാം. ഇതിനെ ഔട്ട്സൈഡ് സപ്പോർട്ട് എന്നാണ് വിളിക്കുന്നത്. ഇതേ ഔട്ട്സൈഡ് സപ്പോർട്ടിന്റെ കാര്യം 12ാം ലോക്സഭയിൽ BJP, AIADMK ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിച്ചപ്പോഴും കണ്ടതാണ്. ഈ മുഴുവൻ രാഷ്ട്രീയ ചരിത്രം ഒരു കാര്യം വ്യക്തമായി കാണിക്കുന്നു. ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിൽ യഥാർത്ഥ അധികാരം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ മാത്രമല്ല, സഭയിലെ ഭൂരിപക്ഷ വിശ്വാസത്തിലുമാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്ററി ഡെമോക്രസിയുടെ ഹൃദയം ഇലക്ഷൻ റിസൾട്ടിലല്ല, ഫ്ലോർ ഓഫ് ദ ഹൗസിലാണ് എന്ന് പറയപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനെ ജനിപ്പിക്കാം, പക്ഷേ സഭയിലെ ഭൂരിപക്ഷ വിശ്വാസമാണ് അതിനെ ജീവനോടെ നിലനിർത്തുന്നത്. സഭയിലെ ഭൂരിപക്ഷ വിശ്വാസം സർക്കാരിനെ ജീവനോടെ നിലനിർത്തുന്നത് പോലെ തന്നെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സഭയുടെ നിലനിൽപ്പ് അവസാനിപ്പിക്കാനും ഈ ഭൂരിപക്ഷത്തിന് സാധിക്കും. കേവലം പ്രതിസന്ധികൾ കാരണം മന്ത്രിസഭ വീഴുമ്പോൾ മാത്രമല്ല, ഭരണകക്ഷിയുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായും സഭകൾ കാലാവധിക്ക് മുൻപ് പിരിച്ചുവിടപ്പെടാറുണ്ട്. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ നേരത്തെയുള്ള തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്ത്രപരമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി ലോക്സഭയെയോ നിയമസഭയെയോ പിരിച്ചുവിടാൻ രാഷ്ട്രപതിയെയോ ഗവർണറെയോ ഉപദേശിക്കാം. സാധാരണയായി പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു ഉപദേശം നൽകുന്നത്. ആർട്ടിക്കിൾ 85 2B പ്രകാരം രാഷ്ട്രപതിക്ക് ലോക്സഭയും ആർട്ടിക്കിൾ 174 2B പ്രകാരം ഗവർണർക്ക് നിയമസഭയും പിരിച്ചുവിടാൻ അധികാരമുണ്ട്. എന്നാൽ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ തത്വമനുസരിച്ച് ഈ അധികാരം ഭൂരിഭാഗം സാഹചര്യങ്ങളിലും മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് വിനിയോഗിക്കപ്പെടുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു സാഹചര്യം അവിശ്വാസ പ്രമേയത്തിലൂടെയോ കോൺഫിഡൻസ് വോട്ടിലൂടെയോ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നതാണ്. അത്തരം സാഹചര്യങ്ങളിൽ മന്ത്രിസഭ രാജിവെക്കും. എന്നാൽ സഭ ഉടൻ പിരിഞ്ഞുപോകണമെന്നില്ല. ആദ്യം മറ്റൊരു പാർട്ടിക്കോ സഖ്യത്തിനോ സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്ന് രാഷ്ട്രപതിയോ ഗവർണറോ പരിശോധിക്കും. എല്ലാ സാധ്യതകളും പരാജയപ്പെട്ടാൽ മാത്രമാണ് സഭ പിരിച്ചുവിടുന്നത്. ഒരു സർക്കാരിന്റെ പതനത്തിന് ശേഷം സഭയ്ക്കുള്ളിൽ മറ്റൊരു ബദൽ സംവിധാനം കണ്ടെത്താനുള്ള രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ശ്രമങ്ങൾ പലപ്പോഴും സങ്കീർണമാകുന്നത് തിരഞ്ഞെടുപ്പ് ഫലം ത്രിശങ്കു സ്വർഗം പോലെയാകുമ്പോഴാണ്. ഈ സവിശേഷ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പരിശോധിക്കാം. ഈ പശ്ചാത്തലത്തിലാണ് ഹങ് പാർലമെന്റ് അഥവാ ഹങ് അസംബ്ലി എന്ന ആശയം മനസ്സിലാക്കേണ്ടത്. ഒരു പാർട്ടിക്കോ
പ്രീപോൾ അലയൻസിനോ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തെയാണ് ഹങ് പാർലമെന്റ് അല്ലെങ്കിൽ ഹങ് അസംബ്ലി എന്ന് വിളിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിയോ ഗവർണറോ വിവിധ രാഷ്ട്രീയ സാധ്യതകൾ പരിശോധിക്കും. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ആദ്യം ക്ഷണിക്കാം, പ്രീപോൾ അലയൻസിന് അവസരം നൽകാം, പോസ്റ്റ്പോൾ കോയിലേഷൻ രൂപീകരിക്കാൻ അനുവദിക്കാം, പുറത്തുനിന്നുള്ള പിന്തുണയോടെ മൈനോരിറ്റി ഗവൺമെന്റ് രൂപീകരിക്കാനും അനുമതി നൽകാം. എന്നാൽ അന്തിമമായി ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് സഭയുടെ ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെ ഫ്ലോർ ടെസ്റ്റ് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ കേന്ദ്ര തത്വമായി മാറിയിട്ടുണ്ട്. കേന്ദ്ര ഭരണകൂട രൂപീകരണത്തിൽ ഫ്ലോർ ടെസ്റ്റും സഭയിലെ ഭൂരിപക്ഷവും എത്രത്തോളം നിർണായകമാണോ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് സംസ്ഥാന നിയമസഭകളിലെയും സമാനമായ പ്രതിസന്ധികൾ. ഒരു ഹങ് അസംബ്ലി ഉണ്ടാവുകയും സർക്കാർ രൂപീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയും ചെയ്താൽ ഭരണഘടനാ പ്രകാരം ഗവർണർക്ക് നിയമസഭ പിരിച്ചുവിടാനും പുതിയ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാനും അധികാരമുണ്ട്. തിരഞ്ഞെടുപ്പിലേക്ക് നേരിട്ട് കടക്കാൻ സാധിക്കാത്ത വിധം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയോ രാഷ്ട്രീയ സാഹചര്യങ്ങളോ പൂർണ്ണമായി തകരുകയാണെങ്കിൽ കേവലം സഭ പിരിച്ചുവിടുന്നതിനപ്പുറമുള്ള കടുത്ത ഭരണഘടനാ നടപടികളിലേക്ക് കടക്കേണ്ടി വരാറുണ്ട്. ഇത്തരത്തിൽ എല്ലാ ഭരണഘടനാ സാധ്യതകളും പരാജയപ്പെടുകയും സംസ്ഥാന ഭരണം ഭരണഘടനാനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് തോന്നുകയും ചെയ്യുന്ന അറ്റകയ്യായ സാഹചര്യത്തിൽ മാത്രം ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള രാഷ്ട്രപതി ഭരണം പരിഗണിക്കപ്പെടാവുന്നതാണ്. ഇത് വളരെ സൂക്ഷ്മതയോടെ മാത്രം ഉപയോഗിക്കേണ്ട അധികാരമാണെന്ന് സുപ്രീം കോടതി SR ബൊമ്മായി കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബൊമ്മായി കേസിൽ സുപ്രീം കോടതി മുന്നോട്ട് വച്ച ഈ മാർഗനിർദ്ദേശങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എങ്ങനെ ലംഘിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ 2005 ബീഹാർ രാഷ്ട്രീയ പ്രതിസന്ധി പരിശോധിച്ചാൽ മതിയാകും. 2005 തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ ബീഹാറിൽ ഹങ് അസംബ്ലി രൂപപ്പെട്ടു. ആരും സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവുമായി മുന്നോട്ട് വരാത്തതിനാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. അതിനുശേഷം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സഖ്യം അടുത്ത ദിവസം ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുമെന്ന് മനസ്സിലാക്കിയ ഗവർണർ ബൂട്ടാ സിംഗ് സംസ്ഥാനത്ത് കുതിര കച്ചവടം നടക്കുന്നു, അതിനാൽ നിയമസഭ അടിയന്തരമായി പിരിച്ചുവിടണമെന്ന ആവശ്യം ഉന്നയിച്ച അർദ്ധരാത്രി തന്നെ കേന്ദ്രത്തിന് ഫാക്സ് ചെയ്യുന്നു. അർദ്ധരാത്രി തന്നെ കേന്ദ്ര മന്ത്രിസഭായോഗം കൂടുന്നു. തുടർന്ന് സഭ അടിയന്തരമായി ഉടനെ പിരിച്ചുവിടുന്നു. പിന്നീട് 2006 ചരിത്രപ്രസിദ്ധമായ രാമേശ്വർ പ്രസാദ് കേസിൽ സുപ്രീം കോടതി ഈ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ഭരണഘടനാപരമായ ഭൂരിപക്ഷ പരിശോധനയുടെ ശരിയായ വേദി രാജ്ഭവനല്ല, സഭയുടെ ഫ്ലോർ ആണെന്ന തത്വം ഈ കേസ് വീണ്ടും അടിവരയിട്ടുറപ്പിച്ചു. ഈ കേസിൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ ഭരണഘടനാ വീഴ്ചയും രാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഉണ്ടായിരുന്നുവെന്ന് സുപ്രീം കോടതി വിധിയിൽ നിരീക്ഷിക്കുകയുണ്ടായി. കേന്ദ്ര ക്യാബിനറ്റ് ഗവർണറുടെ റിപ്പോർട്ട് വേദവാക്യമായി കണ്ട് അതിലെ സത്യാവസ്ഥകൾ സ്വന്തം നിലയിൽ പരിശോധിക്കാതെ അപ്പാടെ സ്വീകരിക്കുകയായിരുന്നു എന്ന് കോടതി നിരീക്ഷിച്ചു. അർദ്ധരാത്രിയിൽ അടിയന്തരമായി യോഗം ചേർന്ന് വിദേശത്തായിരുന്ന രാഷ്ട്രപതിയെക്കൊണ്ട് ഒപ്പിടുവിച്ച കേന്ദ്രത്തിന്റെ അമിതാവേശവും തിടുക്കവും ജനാധിപത്യ പ്രക്രിയയുടെ ലംഘനമായിരുന്നുവെങ്കിലും കോടതിയുടെ പ്രധാന വിമർശനം അന്നത്തെ ഗവർണറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ബൂട്ടാ സിംഗിന് നേരെയായിരുന്നു. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം ഭൂരിപക്ഷം തെളിയിച്ച സർക്കാർ ഉണ്ടാക്കുന്നത് തടയുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഗവർണർ പ്രവർത്തിച്ചതെന്നും കുതിര കച്ചവടം നടക്കുന്നു എന്ന് കാണിച്ച അദ്ദേഹം നൽകിയ റിപ്പോർട്ടുകൾ പൂർണ്ണമായും വ്യാജവും സാങ്കല്പികവുമായിരുന്നുവെന്നും കോടതി കണ്ടെത്തി. ഈ നടപടിയെ ഭരണഘടനയ്ക്ക് മേൽ നടന്ന വഞ്ചന എന്ന് വിശേഷിപ്പിച്ച കോടതി വിധിക്ക് പിന്നാലെ ശക്തമായ ജനവികാരം മുൻനിർത്തി ഗവർണർ ബൂട്ടാ സിംഗിന് തന്റെ പദവിയും രാജിവെക്കേണ്ടി വന്നു. കേന്ദ്ര ഭരണകൂടത്തിന്റെ ഇത്തരം അനാവശ്യ ഇടപെടലുകളും ഗവർണർ പദവിയുടെ രാഷ്ട്രീയ ദുരുപയോഗവും കേവലം ഒരു സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ സുഗമമായ നിലനിൽപ്പിനും ഫെഡറലിസം എന്ന ഭരണഘടനാ തത്വത്തിനും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഗവൺമെന്റുകൾ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെയും ജനാധിപത്യ സംവിധാനങ്ങളെയും അസ്ഥിരപ്പെടുത്താൻ തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്ത നിരവധി സുപ്രധാന സംഭവങ്ങളുണ്ട്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ഒരു ഡെഡ് ലെറ്ററായി നിലനിൽക്കുമെന്ന് പ്രത്യാശിച്ച ആർട്ടിക്കിൾ 356 എന്ന രാഷ്ട്രപതി ഭരണം പിൽക്കാലത്ത് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താനുള്ള ഒരു പ്രധാന ആയുധമാക്കി കോൺഗ്രസ് മാറ്റി. ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് 1951 പഞ്ചാബിലാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ പരാജയം കൊണ്ടല്ല അന്നതുണ്ടായത്. ഭരണകക്ഷിയായ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഗ്രൂപ്പ് പോരും തീർക്കാനാണ് ആർട്ടിക്കിൾ 356 ആദ്യമായി ദുരുപയോഗം ചെയ്തത്. ഇതോടെ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി തുടർന്നങ്ങോട്ട് രാജ്യവ്യാപകമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രയോഗിക്കുകയായിരുന്നു.
ചരിത്രത്തിൽ ആദ്യമായി വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്ന EMS നമ്പൂതിരിപ്പാട് സർക്കാരിനെ വിമോചന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നു എന്ന് കാണിച്ച് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് 1959 ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് പിരിച്ചുവിട്ടു. സഭയിൽ വ്യക്തമായി ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനകീയ സർക്കാരിനെ കേന്ദ്രം രാഷ്ട്രീയ കാരണങ്ങളാൽ പുറത്താക്കിയ ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. ഇന്ത്യയിൽ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥകൾക്ക് കേന്ദ്രത്തിലെ ഭരണമാറ്റങ്ങൾ പലപ്പോഴും കാരണമായിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 കേന്ദ്രത്തിൽ വന്ന ജനതാ പാർട്ടി സർക്കാർ അന്നത്തെ 9 കോൺഗ്രസ് സംസ്ഥാന ഗവൺമെന്റുകളെ ഒന്നിച്ചു പിരിച്ചുവിട്ടിരുന്നു. ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കോൺഗ്രസിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. അതിനാൽ ആ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നിയമസഭകൾക്ക് ഇനി ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ ധാർമ്മികമായ അവകാശമില്ല. ജനവിധി വീണ്ടും അറിയാൻ പുതിയ തിരഞ്ഞെടുപ്പ് അനിവാര്യമാണ് എന്ന കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിഗമനത്തെ ശരിവെക്കുകയാണ് അന്ന് സുപ്രീം കോടതി ചെയ്തത് എന്നത് ശ്രദ്ധേയമാണ്. കോടതി പറഞ്ഞത് കേന്ദ്രത്തിലുണ്ടായ അസാധാരണമായ ജനവിധി സംസ്ഥാന സഭകൾ പിരിച്ചുവിടാൻ ഒരു കാരണമായി കണക്കാക്കാം എന്നാണ്. അന്ന് കോടതി വ്യക്തമാക്കിയത് ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതിയുടെ തൃപ്തി എന്നത് തികച്ചും വ്യക്തിനിഷ്ഠമാണെന്നും അങ്ങേയറ്റം ദുരുദ്ദേശപരമാണെന്ന് തെളിയിക്കാത്ത പക്ഷം കോടതിക്ക് ഇതിൽ ഇടപെടാനാകില്ലെന്നുമാണ്. 1977 ഈ വിധി പിന്നീട് 1994 SR ബൊമ്മായി കേസിൽ സുപ്രീം കോടതി തന്നെ തിരുത്തുകയുണ്ടായി. 1980 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അവർ ഇതേ രാഷ്ട്രീയ പ്രതികാരം ആവർത്തിച്ചു. ജനവിധി തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് കാണിച്ച് കോൺഗ്രസ് ഇതര കക്ഷികൾ ഭരിച്ചിരുന്ന 9 സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ ഒന്നിച്ചു പിരിച്ചുവിടുകയും അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. സഭയ്ക്കുള്ളിലെ ഭൂരിപക്ഷമല്ല, കേന്ദ്രത്തിലെ ഭരണമാറ്റമാണ് സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പ് നിർണ്ണയിക്കുന്നത് എന്ന തെറ്റായ കീഴ്വഴക്കമാണ് ഇത് സൃഷ്ടിച്ചത്. കർണാടക മുഖ്യമന്ത്രിയായിരുന്ന SR ബൊമ്മയോട് കോൺഗ്രസ് കാണിച്ച അനീതി പരാമർശിക്കാതെ പോയാൽ അത് തന്നെ വലിയ അനീതിയാകും. കർണാടകയിൽ ജനതാദൾ നേതാവായ SR ബൊമ്മായി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 1989 ചില MLA മാർ പിന്തുണ പിൻവലിച്ചു എന്ന് കാണിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ഗവർണർ P. വെങ്കട്ടസുബ്ബയ്യ ബൊമ്മായി സർക്കാരിനെ അന്യായമായി പിരിച്ചുവിട്ട സംഭവമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിയമ പോരാട്ടമായി മാറിയത്. രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ നടപടി എന്നാണ് പൊതുവെയുള്ള ആരോപണം. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്നും അത് നിയമസഭയ്ക്കുള്ളിൽ തെളിയിക്കാൻ അവസരം നൽകണമെന്നും ബൊമ്മായി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഗവർണർ അത് നിഷേധിക്കുകയും സഭ പിരിച്ചുവിടാനും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും ശുപാർശ ചെയ്യുകയും ചെയ്തു. ഈ വലിയ അനീതിയാണ് പിന്നീട് 1994 SR ബൊമ്മായി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ അതിനിർണായകമായ സുപ്രീം കോടതി വിധിയിലേക്ക് നയിച്ചത്. 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായി. അന്ന് കേന്ദ്രത്തിലുണ്ടായിരുന്ന PV നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് ഉത്തർപ്രദേശ് സർക്കാരിനെ പുറത്താക്കിയതിനൊപ്പം തന്നെ BJP ഭരിച്ചിരുന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളെ കൂടി ഒന്നിച്ചു പിരിച്ചുവിട്ടു. ആ സംസ്ഥാനങ്ങളിൽ നേരിട്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നിട്ടും രാഷ്ട്രീയമായ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് കേന്ദ്രം ഈ നടപടി സ്വീകരിച്ചത്. ആർട്ടിക്കിൾ 356 എങ്ങനെയെല്ലാം ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് കണ്ടല്ലോ. ഇനി 1984 കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ എങ്ങനെയാണ് ഗവർണർ പദവി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തത് എന്ന് കാണാം. ആന്ധ്രാപ്രദേശിൽ ജനപ്രിയ നേതാവായ NT രാമറാവുവിന്റെ നേതൃത്വത്തിലുള്ള തെലുങ്കുദേശം പാർട്ടി ഭരിക്കുന്ന സമയം ദക്ഷിണേന്ത്യയിൽ പ്രാദേശിക പാർട്ടിയായ തെലുങ്കുദേശം പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നത് അന്നത്തെ കേന്ദ്ര സർക്കാരിന് വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയായിരുന്നു. NTR ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയ സമയം നോക്കി കേന്ദ്ര സർക്കാരിന്റെ രഹസ്യ പിന്തുണയിൻ പ്രകാരം അന്നത്തെ NTR മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന ഭാസ്കര റാവുവും പാർട്ടിയിലെ മറ്റു ചില വിമതരും കൂറുമാറി. NTR ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു തൊട്ടു പിന്നാലെ കോൺഗ്രസ് അനുകൂലിയായ ഗവർണർ ഠാക്കൂർ രാംലാൽ NTR സർക്കാരിനെ അപ്രതീക്ഷിതമായി പിരിച്ചുവിട്ടു. തനിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ടെന്നും അത് തെളിയിക്കാൻ അവസരം നൽകണമെന്നും NTR ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അത് നിരസിച്ചു. ഗവർണർ ഉടനെ ഭാസ്കര റാവുവിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. ഈ നടപടി ആന്ധ്രാപ്രദേശിൽ വൻ ജനരോഷത്തിന് കാരണമായി. NTR തനിക്ക് പിന്തുണ നൽകുന്ന MLA മാരെ രാഷ്ട്രപതിക്ക് മുൻപിൽ നേരിട്ട് ഹാജരാക്കിയതോടെ ഗത്യന്തരമില്ലാതെയും ജനരോഷം ഭയന്നും കേന്ദ്രത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിന് ഗവർണറെ മാറ്റുകയും NTRനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യേണ്ടി വന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആർട്ടിക്കിൾ 356ന്റെ പ്രയോഗങ്ങളിൽ 90% കേസുകളും കേവലം രാഷ്ട്രീയ ലാഭങ്ങൾക്കും പ്രാദേശിക പാർട്ടികളോടുള്ള പകപോക്കലുകൾക്കുമായാണ്
കേന്ദ്ര സർക്കാരുകൾ ഉപയോഗിച്ചത് എന്ന് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ സംസ്ഥാനങ്ങളിലെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് മേൽ ആർട്ടിക്കിൾ 356 ഏറ്റവും കൂടുതൽ തവണ പ്രയോഗിക്കപ്പെട്ടത് കോൺഗ്രസ് ഭരണകാലങ്ങളിലാണ്. വിവിധ കോൺഗ്രസ് സർക്കാരുകൾ രാജ്യത്താകെ 90ഓളം തവണ സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടുകയോ നിയമസഭകൾ നിർജ്ജീവമാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മാത്രം 50ഓളം തവണയാണ് ഈ അധികാരം വിനിയോഗിക്കപ്പെട്ടത്. അതേസമയം BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരുകൾ വളരെ കുറഞ്ഞ സാഹചര്യങ്ങളിൽ മാത്രമാണ് ആർട്ടിക്കിൾ 356 പരിഗണിച്ചിട്ടുള്ളത് എന്നും കാണാം. അവ കേവലമായ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കപ്പുറം സഖ്യകക്ഷികൾ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ ഭരണഘടനാപരമായ പ്രതിസന്ധികൾ മൂലമോ, ഉദാഹരണത്തിന് 2018 ജമ്മു കാശ്മീരിൽ PDP സഖ്യം തകർന്നപ്പോൾ, അല്ലെങ്കിൽ രാജ്യസുരക്ഷയും ഫെഡറൽ സുസ്ഥിരതയും മുൻനിർത്തിയുള്ള സവിശേഷമായ ഭരണഘടനാ അനിവാര്യതകൾ മൂലമോ ഉണ്ടായവയായിരുന്നു. രാഷ്ട്രീയ പകപോക്കലുകൾക്കായി സംസ്ഥാന ഭരണങ്ങളെ അട്ടിമറിക്കുന്ന മുൻകാല പ്രവണതകളിൽ നിന്നും വ്യത്യസ്തമായി ആർട്ടിക്കിൾ 356 തികച്ചും സുതാര്യവും നിയന്ത്രിതവുമായ രീതിയിൽ മാത്രമേ പിൽക്കാലത്ത് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. കേന്ദ്രത്തിന് മേൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് എടുത്തു പ്രയോഗിക്കാൻ ആർട്ടിക്കിൾ 356നോട് സമാനമായ ഒരു വ്യവസ്ഥയില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു സർക്കാരും രൂപീകരിക്കാനാകാത്ത സാഹചര്യം ഇന്ത്യൻ ഭരണഘടനയിൽ അതീവ ഗൗരവമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസായി കണക്കാക്കപ്പെടുന്നു. അത്തരം ഘട്ടങ്ങളിൽ രാഷ്ട്രപതി വിവിധ രാഷ്ട്രീയ സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമാണ് ലോക്സഭയുടെ ഡിസൊല്യൂഷൻ തീരുമാനിക്കുന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഒരുപോലെ പ്രാധാന്യമുള്ള കെയർടേക്കർ ഗവൺമെന്റ്, താൽക്കാലിക ഭരണകൂടം അല്ലെങ്കിൽ കാവൽ മന്ത്രിസഭ എന്ന ആശയം ഉയർന്നു വരുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ കെയർടേക്കർ ഗവൺമെന്റ് എന്ന പദം നേരിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ആർട്ടിക്കിൾ 74, 75, 163, 164 എന്നിവയുടെ ഭരണഘടനാപരമായ വ്യാഖ്യാനത്തിലൂടെയാണ് ഈ ആശയം വരുന്നത്. ഒരു നിമിഷം പോലും രാജ്യത്ത് രാഷ്ട്രപതിയെയോ ഗവർണറെയോ ഉപദേശിക്കാൻ മന്ത്രിസഭ ഇല്ലാതിരിക്കാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന തത്വം. സാധാരണയായി 3 സാഹചര്യങ്ങളിലാണ് കെയർടേക്കർ ഗവൺമെന്റ് നിലവിൽ വരുന്നത്. ഒന്നാമതായി, ലോക്സഭയുടെയോ നിയമസഭയുടെയോ കാലാവധി അവസാനിച്ചെങ്കിലും പുതിയ സർക്കാർ ഇനിയും സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ലാത്തപ്പോൾ. രണ്ടാമതായി, സഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ. മൂന്നാമതായി, സർക്കാർ രാജിവെച്ചെങ്കിലും പകരം സർക്കാർ ഉടൻ രൂപീകരിക്കാനാകാത്തപ്പോൾ. ഇത്തരം സാഹചര്യങ്ങളിൽ നിലവിലുള്ള മന്ത്രിസഭ കെയർടേക്കർ ഗവൺമെന്റായി തുടരും. 1971 UNR റാവു കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയതുപോലെ സഭ പിരിച്ചുവിട്ടാലും രാഷ്ട്രപതിയെ സഹായിക്കാൻ ഒരു മന്ത്രിസഭ എപ്പോഴും അനിവാര്യമാണ്. ഈ കെയർടേക്കർ ഗവൺമെന്റുകൾ സാധാരണയായി ദിനംപ്രതിയുള്ള ഭരണനിർവഹണം മാത്രം നടത്തുകയും ജനവിധി വരാനിരിക്കുന്നതിനാൽ വലിയ നയതീരുമാനങ്ങളോ സാമ്പത്തിക ബാധ്യതകളോ ഒഴിവാക്കുകയുമാണ് പതിവ്. മന്ത്രിസഭയും ജനപ്രതിനിധി സഭയും, അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ലെജിസ്ലേച്ചറും ഭരണഘടനയിൽ 2 വ്യത്യസ്ത ഘടകങ്ങളാണെന്നതും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. മന്ത്രിസഭയുടെ കാലാവധി സഭയുടെ കാലാവധിയോട് നിർബന്ധമായും ബന്ധിപ്പിച്ചിട്ടില്ല. സർക്കാർ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം മന്ത്രിസഭ വീഴും, എന്നാൽ സഭ തുടരും. അതുപോലെ സഭയുടെ കാലാവധി കഴിഞ്ഞാലും പുതിയ സർക്കാർ വരുന്നതുവരെ പഴയ മന്ത്രിസഭയ്ക്ക് കെയർടേക്കർ ഗവൺമെന്റായി തുടരാനാകും. ചുരുക്കത്തിൽ, സഭയ്ക്ക് കൃത്യമായ ആയുസ്സുണ്ടെങ്കിലും ഭരണഘടനയുടെ തത്വമനുസരിച്ച് ഭരണനിർവഹണത്തിന് ഒരിക്കലും ഒരു ശൂന്യത ഉണ്ടാകുന്നില്ല. സാധാരണ നിലയിൽ 5 വർഷ കാലാവധി പറഞ്ഞിരിക്കുന്ന സഭകളുടെ ഘടനയെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന മറ്റൊരു ബാഹ്യ ഘടകം കൂടിയുണ്ട്. അതാണ് രാജ്യത്തിന്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള പാർലമെന്റിന്റെ അധികാരം. ഇന്ത്യൻ ഭരണഘടനയുടെ ഈ സുപ്രധാനമായ പ്രത്യേകത സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതാണ്. പാർലമെന്റിന് സംസ്ഥാനങ്ങളുടെ അതിർത്തി മാറ്റാനും സംസ്ഥാനങ്ങളെ വിഭജിക്കാനും പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനും അധികാരമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നിലവിലെ നിയമസഭകളുടെ ഘടന മാറാം. ഉദാഹരണത്തിന്, ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വഴി പഴയ സംസ്ഥാനത്തെ വിഭജിച്ച് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയപ്പോൾ നിയമസഭ ഇല്ലാതായി. അതേസമയം ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന രൂപീകരിച്ചപ്പോഴും ബീഹാർ വിഭജിച്ച് ഝാർഖണ്ഡ് രൂപീകരിച്ചപ്പോഴും MLA-മാരെ പ്രാദേശിക അടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് പുതിയ നിയമസഭകൾ രൂപീകരിക്കുകയാണ് ചെയ്തത്. സംസ്ഥാനങ്ങളുടെ അതിരുകളിലോ പദവികളിലോ ഏതെല്ലാം രീതിയിലുള്ള രാഷ്ട്രീയ ഭൂമിശാസ്ത്ര മാറ്റങ്ങൾ സംഭവിച്ചാലും രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ അഖണ്ഡതയും ഭാരതീയ ജനാധിപത്യത്തിന്റെ അന്തസ്സും സുസ്ഥിരതയും എപ്പോഴും വോട്ടർമാരുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. ഈ ഭരണഘടനാപരമായ കരുത്തിന്റെ, ഭാരതീയ ജനാധിപത്യത്തിന്റെ കരുത്തിന്റെ യഥാർത്ഥ ഉറവിടം ജനങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പിലും നൽകുന്ന ശക്തമായ പിന്തുണയിലാണ്. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ കരുത്ത് നിലകൊള്ളുന്നത് വോട്ടർമാരിലാണ്. ഭാരതത്തിലെ ജനാധിപത്യം എന്നത് കേവലം 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു വോട്ടെടുപ്പ് മാത്രമല്ല. അത് ഉന്നതമായ ഒരു ഭരണഘടനാ സംസ്കാരമാണ്. ഓരോ പൗരനും ഒരു ബട്ടൺ അമർത്തി രേഖപ്പെടുത്തുന്ന വോട്ട് ഒടുവിൽ രാജ്യത്തിന്റെ ദിശയും സുസ്ഥിരതയും നിർണ്ണയിക്കുന്ന മഹാശക്തിയായി മാറുന്നു. അസ്ഥിരതകളിൽ നിന്നും രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്നും
ജനാധിപത്യ സംവിധാനത്തെ ശക്തമായി കാത്തുസൂക്ഷിക്കുക എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ കോടതികളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല. അത് വികസിത ഭാരതം ലക്ഷ്യമിടുന്ന ഓരോ പൗരന്റെയും പരമമായ ദേശീയ കർത്തവ്യമാണ്. കാരണം അചഞ്ചലമായ ജനവിധിയും ശക്തമായ ജനാധിപത്യവും മാത്രമേ എന്നും ശക്തവും സുസ്ഥിരവുമായ ഒരു രാഷ്ട്രത്തെ സൃഷ്ടിക്കൂ. രാഷ്ട്രം ശക്തമായാൽ മാത്രമേ ഭാരതത്തിന്റെ ഭരണഘടനയും സ്വാതന്ത്ര്യവും ജനാധിപത്യ മൂല്യങ്ങളും വരും തലമുറകൾക്കായി സുരക്ഷിതമായി നിലനിൽക്കൂ. നാളെ വരും തലമുറകൾക്കും ഭയാശങ്കകളില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റൂ. നിയമവും ജനാധിപത്യവും കൈകോർക്കുന്ന ഈ പ്രത്യേക വിഷയം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.